നമുക്ക് ഒന്നുകൂടി എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത്, രാഹുൽ കെ വിയും ഷിജിൻ നരിപ്പറ്റയും എക്സ്ക്ലൂസീവായി നടത്തിയ ആ റിപ്പോർട്ടിംഗ് ഓപ്പറേഷൻ നമുക്കൊന്നുകൂടി കാണാം. അഭിലാഷ്, അതായത് നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ആളുകളുടെ ഒച്ച കേൾക്കുന്നുണ്ട്, കിട്ടിയെന്നാണ് കരുതുന്നത്. ഏതായാലും അങ്ങോട്ടേക്ക് പോകട്ടെ. കിട്ടി. അഭിലാഷ്, യെസ്. Yes. കിട്ടി. അഭിലാഷ്, ഗോവിന്ദചാമി പിടിയിൽ. കെട്ടിടത്തിനകത്ത് ആ കാട് മൂടി കിടക്കുന്ന സ്ഥലം നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലേ? ഇതാണ് ഗോവിന്ദചാമിയെ പിടികൂടിയ ദൃശ്യം. ഇതാണ് മാതൃഭൂമി ന്യൂസ് വഴി ലോകം മുഴുവൻ കണ്ടത്. ഗോവിന്ദചാമി എന്ന കേരളം കണ്ട ഏറ്റവും വലിയ നൊട്ടോറിയസ് ആയ കൊടും കുറ്റവാളി, സ്ത്രീകളുടെ പേടി സ്വപ്നമായ ഗോവിന്ദചാമി ജയിലിൽ ചാടി എന്ന വാർത്ത ഉൾക്കിടിലത്തോടു കൂടിയാണ് ജനങ്ങൾ കേട്ടിരുന്നത്. ഉൾക്കിടിലത്തോടെ, പേടിയോടെ, ഭയത്തോടെയാണ് ജനങ്ങൾ കേട്ടിരുന്നത്. ആ ഗോവിന്ദചാമിയെ ജയിൽ ചാടി മണിക്കൂറുകൾക്കകം പൊക്കിയെടുക്കാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. ആശ്വാസകരമായ വാർത്തയാണ്. നാട്ടിലെ സ്ത്രീകൾക്ക് സ്വൈര്യമായി ഉറങ്ങാം, പുറത്തിറങ്ങാം. ഗോവിന്ദചാമി എന്ന കൊടും കുറ്റവാളി ഓടുന്ന ട്രെയിനിനകത്ത് വെച്ചാണ് സൗമ്യ എന്ന പെൺകുട്ടിയെ അതിനിഷ്ഠുരമായി കൊന്നുകളഞ്ഞത്. ആ ഗോവിന്ദചാമിയെയാണ് പിടികൂടിയിരിക്കുന്നത്. ഗോവിന്ദചാമിയെ പിടികൂടിയതിന്റെ ക്രെഡിറ്റ് നാട്ടുകാർക്ക്, ഇൻഫർമേഷൻ കൊടുത്ത നാട്ടുകാർക്ക്, ആ വീട്, ആ പ്രദേശമാകെ വളയാൻ നേതൃത്വം കൊടുത്ത നാട്ടുകാർക്ക് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കണം. പോലീസിന് നിശ്ചയമായും അതിന്റെ ക്രെഡിറ്റ് കൊടുക്കണം. കേരള പോലീസിനും നാട്ടുകാർക്കും അതിന്റെ ക്രെഡിറ്റ് ഉണ്ട്. ഈ പോലീസിനെയും നാട്ടുകാരെയും അതേപടി ഫോളോ ചെയ്ത് അതിസാഹസികമായി ഈ ദൃശ്യങ്ങൾ പകർത്തിയത് മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറമാൻ ഷിജിൻ നരിപ്പറ്റയാണ് റിപ്പോർട്ട് ചെയ്തത്. മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ടർ രാഹുൽ കെ വിയാണ്. ഇരുവരും നടത്തിയിട്ടുള്ള വളരെ സാഹസികമായ ഒരു റിപ്പോർട്ടിംഗ് വഴിയാണ് ഇത് ഇയാളെ പിടികൂടുന്നത്, ഇങ്ങനെ തൂക്കിയെടുക്കുന്നത് തത്സമയം ലോകം കണ്ടത്. അങ്ങനെ തൂക്കിയെടുക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ രാഹുലിനും ഷിജിനും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദനം നൽകുകയാണ്. ജോർജ് ജോസഫ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഒരുപക്ഷെ കണ്ണൂർ വിട്ടുപോയിരുന്നെങ്കിൽ, ശരിയാണ്, ഇയാളെ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്, എങ്കിൽ പോലും കുറെ കൂടി സമയം എടുത്തതിന്, അത് ബുദ്ധിമുട്ടായതിനെ പോലീസിന്. കണ്ണൂരിനകത്ത് വെച്ച് തന്നെ 4 കിലോമീറ്റർ ചുറ്റളവിന് അകത്ത് വെച്ച് തന്നെ പിടിക്കാൻ കഴിഞ്ഞത് ആശ്വാസകരമായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഇത്ര പെട്ടെന്ന് പിടിക്കുമെന്ന് വിചാരിച്ചില്ല. ആ ഓട്ടോറിക്ഷ ഡ്രൈവർ കൃത്യമായിട്ട് പറഞ്ഞു ഇയാളെ കണ്ടു എന്ന്. അത് ആ ദൃശ്യം പോലീസിന് അയച്ചു കൊടുത്തു. അത് ഇയാൾ ഈ സൗമ്യയുടെ ഘാതകം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു. കാരണം അയാളുടെ ഒരെണ്ണം കൈപ്പത്തി പോലെ അറ്റുപോയതുകൊണ്ട് അയാൾ തലയിൽ ഒരു കെട്ട് വെച്ചിരിക്കുന്നതിൻ്റെ പുറത്തോട്ട് അത് ഈ കൈ മൂടി വെച്ചിരിക്കാനാണ് സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നു. അതേ സമയത്ത് രാഹുലിൻ്റെയും അതുപോലെ ഷിജു നരിപ്പറ്റയുടെയും ശ്രമം, അത് നമ്മൾ ആ ദൃശ്യം കണ്ടത് ആ മാതൃഭൂമിക്കാരെ അവർ രണ്ടുപേരെ അഭിനന്ദിക്കുന്നു. കാരണം ദൃശ്യങ്ങൾ പലതും നമുക്ക് ഗുണകരമാണ്. ഇയാൾ ഗോവിന്ദചാമിയെക്കാട്ടും പോലീസിനെക്കാട്ടിലും അതുപോലെ തന്നെ ആ ജയിൽ ജീവനക്കാരെക്കാട്ടിലും ആൾക്കാർ തിരിച്ചറിയാനായിട്ട് സംവിധാനം അത് മുഴുവൻ ഫ്ലാഷായി കഴിഞ്ഞപ്പോൾ ഗോവിന്ദചാമി കേരളത്തിലൂടെ നടന്ന നാട്ടുകാർ വിടില്ല എന്നാണ്. അഭിനന്ദിക്കേണ്ടത് രണ്ടുപേരെയാണ്. ആ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ആദ്യമായിട്ട് ഇത് ഗോവിന്ദചാമിയാണെന്ന് പറഞ്ഞ ഒരു പച്ച പാൻറ്റും വെള്ള ഷർട്ടും
തലയിലൊരു കെട്ടുമായിട്ട് പോകുന്നത് ഗോവിന്ദച്ചാമിയാണെന്ന് ആ ഓട്ടോ ഡ്രൈവർ കണ്ട് അപ്പം തന്നെ പോലീസിനെ അറിയിച്ചു, വിവരം കൊടുത്തു. അതുകൊണ്ട് ആ തളപ്പ് പരിസരത്ത് ഉണ്ട് എന്ന് പോലീസിന് ഉറപ്പായി, നാട്ടുകാർക്ക് ഉറപ്പായി. പോലീസിനൊക്കെ കൂടുതൽ അവിടെ നാട്ടുകാർ വന്നു. അതിൻ്റെ അന്വേഷണം അവരുടെ പഴയ കെട്ടിടത്തിൻ്റെ കോമ്പൗണ്ടിന് അവിടെ വരെ ചെന്നു. അതിനടുത്തുള്ള പൊട്ടക്കിണറ്റിൽ ഇറങ്ങുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതാണ് അയാളുടെ ഏറ്റവും വലിയ കൂർമ്മ ബുദ്ധി എന്ന് ഞാൻ പറയുന്നത്. അവിടെ ഇറങ്ങിച്ചതിന് ശേഷം അത് നാട്ടുകാർ മുഴുവൻ വളഞ്ഞ് അയാളെ തൂക്കിയെടുക്കുന്നത്. ഒരു കൈയില്ല, ഒരു കൈയുടെ കൈപ്പത്തി പോലില്ല. എന്നിട്ടും അയാളുടെ ആരോഗ്യം നമ്മൾ നോക്കിയാണ്. ഒറ്റ കയ്യിൽ അയാളെ തൂക്കി പോലീസ് നാട്ടുകാർ എടുക്കുന്ന ദൃശ്യം മാതൃഭൂമി ആണ് കാണിച്ചത്. അത് കാരണം അത് മറ്റൊരാൾക്കും കിട്ടിയില്ല. ഭാഗ്യത്തിൻ്റെ മാതൃഭൂമിയുടെ രണ്ടുപേരും, രാഹുലും ഷിജു നരിപ്പറ്റയും പോലീസിൻ്റെ പുറകെ ഓടിക്കൊണ്ട് നടന്ന് ആ ദൃശ്യങ്ങൾ അയാളെ പൊക്കിയെടുക്കുന്ന കണ്ടെത്തിക്കഴിഞ്ഞു. അത് വളരെ നല്ല ഒരു ദൃശ്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ അവിടെ തന്നെ അടുത്തുള്ള ഒരു സ്ത്രീ പറഞ്ഞ അരമണിക്കൂർ മുമ്പ് ഈ കോമ്പൗണ്ടിന് അടുത്ത് വെച്ച് കണ്ടെന്ന്. അതും പോലീസിന് കൃത്യമായി അവിടെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും പോലീസിനെ എത്ര സ്മാർട്ടായിട്ടാണ് പോലീസുകാരെ ആ ഏരിയ വളഞ്ഞത്. നാട്ടുകാരും പോലീസിൻ്റെ ഇരട്ടി നാട്ടുകാരും ഒപ്പം കൂടി. ഏതായാലും ക്രിമിനൽസൊക്കെ ഇതുപോലെയുള്ളവന്മാർക്ക് കേരളത്തിൽ രക്ഷയില്ല, ജയിലിൽ തന്നെ കിടന്നോണം. പുറത്ത് ചാടിയാൽ ഒരു പാഠമാണ്, പിടിക്കപ്പെടും. ഇത് മണിക്കൂറിനകം പിടിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ഗോവിന്ദസ്വാമി നല്ല ബുദ്ധിയുള്ളവനാണ്. പക്ഷേ അതിബുദ്ധി കാണിച്ച് അവനൊരു കെട്ടിനകത്ത് ഒളിച്ചിരുന്ന് രാത്രി നേരെ പകൽ മുഴുവൻ എൻ്റെ തിരുന്നാൽ രാത്രി അവന് സുഖമായിട്ട് പോകാമായിരുന്നു. പക്ഷേ അവനത് ചെയ്തില്ല. കുറച്ചുകൂടെ അതിബുദ്ധി കാണിച്ചതാണ് അവന് പിടിക്കപ്പെടാൻ കാരണം. എന്തായാലും വളരെ നല്ല വാർത്തയാണ് മാതൃഭൂമി തന്നത്. അയാളെ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാരണം അയാൾക്ക് ആ ടൗണ് വിറ്റ് 4 കിലോമീറ്ററിനകത്ത് അപ്പുറത്തോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടായിരിക്കണം ജയിലിൽ ചാടിയെന്ന് ഞാൻ കരുതുന്നത്. അത് പോലീസ് അന്വേഷിച്ചാലും കണ്ടെത്തും.